ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി 2025-26 അധ്യയന വർഷത്തെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരി, ഫസ്റ്റ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വായിക്കാം, എഴുതാം. സ്വപ്നത്തിലെ തത്ത. ഒരിടത്തൊരിടത്ത് വലിയൊരു നഗരത്തിൽ എഴുതാൻ ആഷ്ലി എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ആഷ്ലിക്ക് മലയാളം അറിയില്ലായിരുന്നു. വീട്ടിൽ അച്ഛനമ്മമാർ മലയാളം സംസാരിക്കുമെങ്കിലും അവൾ സ്കൂളിലും കൂട്ടുകാരുമായി സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഒരു ദിവസം രാത്രി ആഷ്ലി ഒരു സ്വപ്നം കണ്ടു. അവളുടെ വീടിന്റെ ജനലരികിൽ മനോഹരമായ ഒരു തത്തമ്മ വന്നിരുന്നു. പച്ച നിറമുള്ള തത്തമ്മ അവളെ നോക്കി ചിരിച്ചു. ആഷ്ലി തത്തമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ തത്തമ്മയ്ക്ക് അവളുടെ ഭാഷ മനസ്സിലായില്ല. തത്തമ്മ എന്തൊക്കെയോ ചിറകുകൾ അനക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആഷ്ലിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾക്ക് സങ്കടമായി. എനിക്ക് അവൾ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ആഷ്ലി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് തത്തമ്മയുടെ രൂപം മാറി. അതൊരു വൃദ്ധയായ സ്ത്രീയായി മാറി. അവർ സ്നേഹത്തോടെ ആഷ്ലിയുടെ അടുത്തേക്ക് വന്നു. മോളെ, ആ വൃദ്ധ പറഞ്ഞു, നിന്റെ മാതൃഭാഷ അറിയാത്തതുകൊണ്ട് എത്ര നല്ല കാര്യങ്ങളാണ് നിനക്ക് നഷ്ടമാകുന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. ആഷ്ലിക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് കാര്യങ്ങൾ, അവൾ ചോദിച്ചു. നിന്റെ മുത്തശ്ശി പറഞ്ഞു തരാൻ കൊതിച്ച കഥകൾ, നിന്റെ നാട്ടിലെ പാട്ടുകൾ, പഴമൊഴികൾ, നിന്റെ പൂർവികരുടെ ചരിത്രം, ഇതെല്ലാം നിനക്ക് നഷ്ടമാകുന്നു. ആഷ്ലിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ, ആ വൃദ്ധ പറഞ്ഞു. അത് നിന്റെ പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിക്കുന്നു. ആ ആ പുഴ പറ്റിയാൽ നിന്റെ വേരുകൾ ഉണങ്ങിപ്പോകും. ആഷ്ലി ഉറക്കമുണർന്നത് മാതൃഭാഷ പഠിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആഷ്ലിയുടെ സവിശേഷത എന്തായിരുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, മലയാളം നന്നായി സംസാരിക്കും. ഓപ്ഷൻ ബി, മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. ഓപ്ഷൻ സി, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഓപ്ഷൻ ഡി, വിവിധ ഭാഷകൾ അറിയില്ലായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് കൂട്ടുകാരെ ആഷ്ലിയുടെ സവിശേഷത എന്ന് പറയുന്നത്? അത് നമുക്കറിയാം. എന്താണ് അവൾക്ക്? മലയാളം എന്താണ്? ഇവിടെ നോക്കൂ, മലയാളം നന്നായി സംസാരിക്കും. ഇതിന് മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, വിവിധ ഭാഷകൾ അറിയാമായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? അതെ, ഓപ്ഷൻ ബി ആണല്ലേ. മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തത്തമ്മ ഏത് രൂപത്തിലേക്കാണ് മാറിയത്? സുന്ദരിയായ ഒരു യുവതി, ഒരു കൊച്ചുകുട്ടി, വൃദ്ധയായ സ്ത്രീ, കരുത്തുള്ള യുവതി. ആൻസർ നമുക്കറിയാമല്ലോ. ഏതാ കൂട്ടുകാരെ? അതെ, ഓപ്ഷൻ സി ആണ്, വൃദ്ധയായ ഒരു സ്ത്രീ അല്ലേ. ദെൻ സി ക്വസ്റ്റ്യൻ. മാതൃഭാഷയുടെ പ്രത്യേകതയായി കഥയിൽ സൂചിപ്പിക്കുന്നത് പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ് മാതൃഭാഷ. തത്തമ്മയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഭാഷയാണ് മാതൃഭാഷ. സൗന്ദര്യമുള്ള ഭാഷയല്ല മാതൃഭാഷ. വേരുകളില്ലാത്ത ഭാഷയാണ് മാതൃഭാഷ. ഏതാണ് കൂട്ടുകാരെ മാതൃഭാഷയുടെ പ്രത്യേകതയായി കഥയിൽ സൂചിപ്പിക്കുന്നത്? അതെന്താണ്? പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ് മാതൃഭാഷ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, ദെൻ മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ, ആ പുഴ പറ്റിയാൽ നീ ഇല്ലാതാകും. പ്രസ്താവനയുടെ പൊരുളെന്ത്? ഭാഷയും പുഴയും ഒന്നാണ്. പുഴയുടെ വലിപ്പം ഭാഷയ്ക്കില്ല. ജീവിതവും സംസ്കാരവും നിലനിർത്താൻ പുഴ പോലെ തന്നെയാണ് ഭാഷയും സഹായിക്കും. പുഴയുടെ അടിയിലാണ് ഭാഷ. ആൻസർ ഏതാണ് നമുക്ക് മനസ്സിലായല്ലോ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലോ. എന്താണ്? ജീവിതവും സംസ്കാരവും നിലനിർത്താൻ പുഴ പോലെ തന്നെയാണ് ഭാഷയും സഹായിക്കും എന്നുള്ളതാണല്ലേ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിശകലന കുറിപ്പ് അല്ലെങ്കിൽ അഭിപ്രായ കുറിപ്പ്. ഒന്നുകിൽ ചെയ്യാം. ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എയും ബിയും ഉണ്ട്. ഒന്ന് വിശകലന കുറിപ്പാണ്, മറ്റേത് അഭിപ്രായ കുറിപ്പാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് വിശകലന കുറിപ്പ് നോക്കാം. മണ്ണിൽ വേർപ്പ് വിതച്ചവർ തന്റെ ഇടമായി വന്നു, അന്നു പാടിയ പാട്ടിൽ ഊഞ്ഞാലാടി മലയാളം. കൊഞ്ചലും കുറിമൊഴികളും പോയി കഥകൾ പലതോന്നി, നെഞ്ചടച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. മലയാളം ഓർമ്മക്കുറിപ്പ്. അപ്പോൾ മലയാള ഭാഷയുടെ വളർച്ചയെക്കുറിച്ചും എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും ഒളപ്പമണ്ണ പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ പറയുന്നുണ്ട്. ഓർമ്മക്കുറിപ്പിന്റെ മലയാളം എന്ന കവിതയിലെ വരികളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു കുറിപ്പിന്റെ മാതൃക നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്.
മലയാള ഭാഷയുടെ വളർച്ചയിൽ എഴുത്തച്ഛന്റെ രചനകൾക്ക് മുഖ്യ പങ്കാണ് ഉള്ളത്. ഒളപ്പമണ്ണ എഴുതിയ പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ മലയാള കവിതയെ പഞ്ചവർണ്ണ കിളിയായി സങ്കല്പിക്കുന്നു. പച്ചച്ചിറകും മഴവില്ലിന്റെ കഴുത്തും മലയാള കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പിലാണ് ഈ പഞ്ചവർണ്ണ കിളി വന്നിരിക്കുന്നത്. കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, കാഞ്ഞിര മരത്തിന് പോലും കവിതയുടെ മാധുര്യം ലഭിച്ചിരിക്കുന്നു എന്നും പറയുന്നു. നോയൻവി കുറുപ്പിന്റെ മലയാളം എന്ന കവിതയിലും മലയാള ഭാഷയുടെ മഹത്വമാണ് നമുക്ക് കാണാവുന്നത്. മണ്ണിൽ വിയർച്ച വിതച്ചവന്റെ പാട്ട് അഥവാ കർഷകന്റെ അധ്വാനിക്കുന്നവന്റെ പാട്ടായി മാറുകയാണ്. മലയാളം അവരുടെ പാട്ടിൽ മലയാള ഭാഷ ഊഞ്ഞാലാടി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മലയാള ഭാഷയുടെ നെഞ്ചോട് ചേർത്ത് ലാളിക്കുന്ന ഗുരുവിനെ കവി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ട് കവിതകളും മലയാളത്തിന്റെ വളർച്ചയും മനോഹാരിതയും നമുക്ക് കാണിച്ചു തരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ, ഇതുപോലൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഓക്കെ, ഇത് രണ്ടാമത്തെ ബി നോക്കൂ, അഭിപ്രായ കുറിപ്പാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മധുരിക്കുന്നു പച്ചക്കിളിയതിൻ കൈ കൊക്കാഴ്ത്തുന്ന മലരും കനിയുമുൾ തേനുമേ മലയാളം. പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ ഒളപ്പമണ്ണ പറയുന്ന കാര്യങ്ങളാണ് പ്രതികരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങള് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ആശയങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഈ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാൻ. നമുക്കൊരു മാതൃക നോക്കാം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാളം ഭാഷയുടെ വളർച്ചയിൽ എഴുത്തച്ഛന്റെ രചനകൾക്ക് മുഖ്യ പങ്കാണ് ഉള്ളത്. ഒളപ്പമണ്ണ എഴുതിയ പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ മലയാള കവിതയെ പഞ്ചവർണ്ണ കിളിയായി സങ്കല്പിക്കുന്നു. പച്ചച്ചിറകും മഴവില്ലിന്റെ കഴുത്തും മലയാള കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പിലാണ് ഈ പഞ്ചവർണ്ണക്കിളി വന്നിരിക്കുന്നത്. കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, കാഞ്ഞിര മരത്തിന് പോലും കവിതയുടെ മാധുര്യം ലഭിച്ചിരിക്കുന്നു എന്നും പറയുന്നു. കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾത്തേനും എന്ന പ്രയോഗം കവിതയിൽ ഏറെ ശ്രദ്ധേയമാണ്. കിളി പൂക്കളിൽ നിന്നും കനികളിൽ നിന്നും തേൻ ശേഖരിക്കുന്നത് പോലെ തന്നെ മാതൃഭാഷ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മധുരം നമുക്ക് നൽകുന്നു എന്നാണ് കവിയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇതുപോലൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് വായന കുറിപ്പാണല്ലേ. തെന്നാലിരാമന്റെ സ്വന്തം ഭാഷ എന്ന കവിത വായിച്ചല്ലോ. ആ കഥ ഇഷ്ടമായതിന്റെ കാരണം വ്യക്തമാക്കി കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുപോലൊരു വായനാക്കുറിപ്പ് നിങ്ങൾക്ക് തീർച്ചയായും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥയെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കഥകളെ കുറിച്ചിട്ടോ ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കാനുണ്ടാവും. ഓക്കെ, നമുക്ക് വായനാക്കുറിപ്പ് നോക്കാം. തെന്നാലിരാമൻ കഥകൾ എന്നും വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഫലിതരൂപയുടെ കാര്യകാരണങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് തെന്നാലിരാമൻ കഥകൾ അധിക ആളുകൾക്കും പ്രിയപ്പെട്ടതാവുന്നത്. സ്വന്തം ഭാഷ എന്ന കഥ എനിക്കിഷ്ടപ്പെടാൻ കാരണവും അത് തന്നെയാണ്. കൃഷ്ണദേവരായരുടെ അരമനയിലെത്തിയൊരു വിദ്വാൻ തനിക്ക് പല ഭാഷകളിലും പ്രാവീണ്യമുണ്ടെന്നും തന്റെ മാതൃഭാഷ ഏതെന്ന് കണ്ടുപിടിക്കാൻ ആവുമോ എന്നും രാജാവിനെ വെല്ലുവിളിക്കുന്നു. രാജാവ് പല ഭാഷകളിലും പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരെ തന്റെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നാൽ വിദ്വാൻ പല ഭാഷകളും വളരെ അനായാസമായി കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മാതൃഭാഷ ഏതെന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായി തോന്നി. ആ നേരമാണ് രാജാവ് തെന്നാലിരാമനോട് വരാനായി പറയുന്നത്. തെന്നാലിരാമൻ കടന്നു വരുമ്പോൾ ആ വിദ്വാന്റെ കാലിൽ ഒന്ന് ചവിട്ടുകയും അദ്ദേഹത്തിന്റെ മാതൃഭാഷ മലയാളമാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. കാരണം മറ്റൊന്നുമായിരുന്നില്ല. നമ്മുടെ വേദനകളും സന്തോഷങ്ങളും എന്ത് വികാരമായിക്കൊള്ളട്ടെ അത് പങ്കുവയ്ക്കാൻ ഏറ്റവും എളുപ്പം മാതൃഭാഷ തന്നെയാണെന്ന് തെന്നാലിരാമന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിദ്വാന്റെ കാലിൽ ചവിട്ടിയപ്പോൾ വേദനിച്ച വിദ്വാൻ അമ്മ എന്ന് നിലവിളിച്ചത്. ഈ സന്ദർഭം വായിക്കുമ്പോൾ നമുക്ക് ഫലിതമായി തോന്നുമെങ്കിലും മാതൃഭാഷയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇതുപോലെ സ്വന്തം ഭാഷ എന്ന കവിതയ്ക്ക് ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ നോക്കൂ, അറിവിനെ അനുഭൂതിയാക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലാണ്. ദെൻ 2, മാതൃഭാഷയിലൂടെയാണ് ഏറ്റവും നന്നായി ഭാവന ചെയ്യാൻ കഴിയുന്നത്. 3, മാതൃഭാഷ നിരന്തരം ഉപയോഗിച്ചില്ലെങ്കിൽ മറന്നുപോകും. 4, മാതൃഭാഷ കൂടുതലും ഉപയോഗിക്കുന്നത് എഴുത്തിനാണ്. അപ്പൊ എളുപ്പമാണല്ലേ, ഏതാണ് ഇതിന് ശരി? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, എ ഓപ്ഷൻ എന്താണ്? 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി 3ഉം 4ഉം ശരി. ഓപ്ഷൻ സി 1ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരി.
അപ്പൊ ഇതിൽ ഏതാണ് കൂട്ടുകാരെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇത് നമുക്കറിയാം ഏതാണ്. യെസ്, ഏതാ കൂട്ടുകാരെ? നമുക്കറിയാം ഇവിടെ ഒന്നും രണ്ടും ശരിയാണ് അല്ലെ. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ. ചുവടെ ചേർത്തിരിക്കുന്ന പദസമൂഹത്തിൽ ഉചിതമായത് കണ്ടെത്തുക. 1 കവുങ്ങ്, പാക്ക്, പാള, ഊഞ്ഞൽ. 2 ഓണം, കോടി, പൂക്കളം, മാവേലി. 3 ഗ്രാമം, നടുവഴി, പാടം, നാട്ടുകാർ. 4 വയല്, ഞാറ്, കതിര, പന്തുകിളി. അപ്പൊ ഇതിൽ ഉചിതമായ പദസമൂഹം ഏതാണ്? നമുക്കറിയാം ഏതാണ് കൂട്ടുകാരെ? 2, 3 ആണല്ലേ ഉചിതം. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി 2, 3 ഉചിതം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോസ്റ്റർ ആണ്. വിദ്യാലയത്തിലെ ഭാഷാ ക്ലബിന്റെ ഭാഗമായി നാട്ടിലെ പ്രാദേശിക സ്വഭാവമുള്ള വാക്കുകൾ ശേഖരിച്ച് കുട്ടികൾ ഒരു പ്രാദേശിക നിഘണ്ടു തയ്യാറാക്കി. നിഘണ്ടുവിന്റെ പ്രകാശനം പരിസ്ഥിതി പ്രവർത്തകയായ ശ്രീമതി ഇന്ദുലേഖ നിർവചിക്കും. ഈ വിവരം കുട്ടികളെ അറിയിക്കാനായി പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തലക്കെട്ട്, പോസ്റ്റർ വാചകം, തീയതി, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തുമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. അതിൽ എന്തൊക്കെയാണ്? തലക്കെട്ട് നൽകണം. തലക്കെട്ട് നമുക്ക് എന്ത് ചെയ്യാം? മധുരം, ലളിതം, സുന്ദരം ഈ ഭാഷ. ഇതിൽ പോസ്റ്റർ വാചകങ്ങളൊക്കെ എഴുതാമല്ലേ. ഇതിൽ എന്ത് ചെയ്യുക? സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവയൊക്കെ വരച്ച് തീയതിയൊക്കെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക? മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കുന്നത് ലഘു ഉപന്യാസമാണ്. പരിസ്ഥിതി നിലനിൽക്കുന്ന മിക്കവാറും ഭാഷയിൽ തന്നെയാണ്. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ ഡോക്ടർ വത്സരൻ മാതുശ്ശേരി തെക്കുമായി ബന്ധപ്പെട്ട പ്രാദേശികൾ പറഞ്ഞുകൊണ്ട് ഇവ ഉദാഹരിക്കുന്നുണ്ട്. ഇതുപോലെ പലതരം സസ്യ കൃഷി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ പലതും ഇന്ന് നിലവിലില്ല. ഇവ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പരിശോധിച്ചും മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തും ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. ആ സാമൂഹ്യ ജീവിതത്തെ കോർത്തെടുക്കുന്ന കണ്ണിയാണ് എന്തെന്ന് പറയുന്നത്? അതെ, ഭാഷ എന്ന് പറയുന്നത് അല്ലെ. ലോകത്തിന്റെ കോണിൽ എവിടെയായിരുന്നു ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത് സ്വന്തം മാതൃഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിന്റെ രൂപീകരണത്തിൽ മാതൃഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് നമുക്ക് പറയാനാവും. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. പരിസ്ഥിതിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നാം ആദ്യം പരിചയപ്പെടുന്നത് ഒരു പക്ഷേ മാതൃഭാഷയിലൂടെ ആയിരിക്കാം. പിന്നെ ഒരു കുഞ്ഞിൽ നിന്നും കുഞ്ഞിന്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങൾ പരിസ്ഥിതി അവനെ വലിയ അർത്ഥത്തിൽ തന്നെ സ്വാധീനിക്കുന്നു. ആദ്യകാലത്തൊക്കെ മാതൃഭാഷയുടെ ഉപയോഗം വളരെ വലുതായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പല വാക്കുകളും പല വാക്യങ്ങളും നമുക്ക് അന്യമായിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പല വാക്കുകളും പല വാക്യങ്ങളും നമുക്ക് അന്യമായിരിക്കുന്നു. പണ്ട് പ്രചാരത്തിലുള്ള പല വാക്കുകളും ഇന്ന് നിലവിലില്ല എന്നതാണ് സത്യം. നമ്മുടെ വീട്ടുപരിസരത്തുള്ള ഔഷധ സസ്യങ്ങളുടെ പേരുകളും പ്രയോഗങ്ങളും എല്ലാം നമ്മുടെ പഴമക്കാർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇന്ന് ആ പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കാതെ വരികയും പരിസ്ഥിതിയിൽ ആ സസ്യങ്ങൾ തന്നെ അന്യം നിന്ന് പോവുകയും ചെയ്യുന്നു. അവിടെ സസ്യമില്ലെങ്കിൽ ആ പരിസ്ഥിതി ഘടകം ഇല്ലാതാകുന്നതോടുകൂടി അതിന്റെ പേരും അഥവാ ഭാഷ തന്നെയാണ് ഇല്ലാതാവുന്നത്. ഇത്തരത്തിൽ ഓരോ മേഖലകളിലും തൊഴിലും പെരുമാറ്റച്ചട്ടങ്ങളിലും മാറ്റം വരുന്നതോടെ ഭാഷയ്ക്കും ഗണ്യമായ മാറ്റം വരുന്നു. ഒരു തരത്തിൽ മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നത് അനുസരിച്ച് മാതൃഭാഷ ഇല്ലാതാവുകയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക? ഇതേപോലെ ലഘുപന്യാസം തയ്യാറാക്കുക. അല്ലെങ്കിൽ നോക്കൂ, ചിന്തിക്കാനും സ്വപ്നങ്ങൾ കാണാനും നേരം പോക്ക് പറയാനും ചിരിക്കാനും കരയാനും നേരും കള്ളവും ഒക്കെ പറയാനും നമുക്ക് മാതൃഭാഷ വേണം. എന്താണ്? ചിന്തിക്കാനും സ്വപ്നങ്ങൾ കാണാനും നേരം പോക്ക് പറയാനും ചിരിക്കുവാനും കരയാനും നേരും കള്ളവും ഒക്കെ പറയാനും നമുക്ക് എന്ത് വേണം? മാതൃഭാഷ വേണം. ഈ പ്രസ്താവനയെ മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങളുമായി മാതൃഭാഷ മനസ്സിന്റെ ഭാഷ എന്ന വിഷയത്തെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ലഘു ഉപന്യാസം നോക്കാം. നമുക്ക് ആൻസർ നോക്കാം. മാതൃഭാഷ എന്താ കൂട്ടുകാരെ? സ്നേഹത്തിന്റെ ഭാഷയാണ്. അതായത് ഓരോ മനസ്സിന്റെ ഭാഷയാണ്. ഓരോ മനസ്സിന്റെ ഭാഷയാണ്. അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നു. അതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം കേൾക്കുന്നതും പരിചയപ്പെടുന്നതും സംവദിക്കാൻ ശ്രമിക്കുന്നതുമായ ഭാഷ മാതൃഭാഷയാണ്. ഒരാൾ തന്റെ വേദനയും സന്തോഷവും എന്ന് വേണ്ട എല്ലാ വികാരങ്ങളും ആദ്യം തുറന്നു കാട്ടുന്നത് മാതൃഭാഷയിലൂടെ ആയിരിക്കും. ഏതൊരു വേദനയും ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു അറിവും എന്തുമായിക്കൊള്ളട്ടെ, അത് അവന്റെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം.
മാതൃഭാഷയിൽ രചിക്കപ്പെട്ട എഴുത്തുകൾക്കാണല്ലോ നമ്മൾ അധികം വികാരത വികാരത വികാരരാവുക. മാതൃഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, നമ്മുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ മനസ്സ് ജീവിക്കുന്നത് സ്വന്തം മാതൃഭാഷയിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ്വാദന കുറിപ്പാണ് അല്ലെ. പണ്ടൊരു കടലും മലയും ചേർന്ന് കുഞ്ഞൊരു നാടിനെ ലാളിച്ചു. കേരളം എന്ന് വിളിച്ചു നീളെ തെങ്ങിൻ തണലും തന്നു മധുര മനോഹരമൊരു ഭാഷ. മലയാളത്തെത്തുന്നു ഇന്നും നമ്മൾ ആദ്യം കേൾക്കും, പിന്നീടെന്നും നമ്മൾ വാഴ്ത്തും. കേരളത്തിക്കും കേരളവും മലയാളം പോലൊരു മൊഴിയും എത്ര മനോഹരമായ, എത്ര അനുഗ്രഹമായെന്നും തന്നെന്നും പ്രകൃതി. ശ്രീകുമാറിന്റെ വരികളാണല്ലേ കൊടുത്തിട്ടുള്ള, ശ്രീകുമാരന്റെ വരികളാണല്ലേ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, മാതൃഭാഷയെ കുറിച്ച് തന്നെയാണല്ലേ. കേരളത്തെ മനോഹരമായി വർണ്ണിക്കുന്ന കവിത വായിച്ചല്ലോ. ഇവിടെ എന്താ കൂട്ടുകാരെ, കേരളത്തെ മനോഹരമായി വർണ്ണിക്കുകയാണല്ലേ. അപ്പൊ കേരളത്തെയും മലയാളത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ആസ്വാദനം. ഓക്കെ, നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം. കേരളത്തിന്റെയും മലയാളത്തിന്റെ ഭംഗിയെയും പ്രാധാന്യത്തെ വിവരിക്കുന്ന അതിമനോഹരമായ ഒരു കവിതയാണ് പ്രശസ്ത കവി ശ്രീകുമാരന്റെ വരികളിൽ അല്ലെ. പണ്ടൊരു കടലും മലയും ചേർന്ന് കുഞ്ഞൊരു നാടിനെ ലാളിച്ചു എന്നാണ് കേരള മണ്ണിനെ ആദ്യമായി അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിവിശാലമായ കടലിന്റെയും തിങ്ങുനിൽക്കുന്ന മലകളുടെയും ഭംഗിയാൽ സമ്പന്നമാണ് കേരളം എന്നാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളമാകെ നീളെ തെങ്ങിൻ തണലുകൾ കൊണ്ട് സമൃദ്ധമാണ്. മലയാള ഭാഷയെ മധുരമനോഹരമായ ഭാഷ എന്നാണ് കവി പ്രയോഗിച്ചിരിക്കുന്നത്. ഈ മധുരമനോഹരമായ ഭാഷയെ കൊണ്ട് കേരളം വ്യത്യസ്തമായി മാറുന്നു. തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങൾ കൊണ്ടും മനോഹരമായ മലയാള മൊഴി കൊണ്ടും കേരളത്തെ നമ്മൾ എന്നും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. മനോഹാരിതയ്ക്കും അപ്പുറം ഇതൊരു വലിയ അനുഗ്രഹമാണെന്നാണ് കവി പറയുന്നത്. പ്രകൃതി തന്ന ഈ അനുഗ്രഹങ്ങളാൽ എല്ലാം തന്നെ നമ്മുടെ നാട് പുണ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കവിതയുടെ ലഘുസാരം. നമ്മുടെ മലയാള നാടിനെ അടുത്തറിഞ്ഞിരിക്കുന്ന പ്രശസ്ത കവി ശ്രീകുമാരൻ ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എത്ര മനോഹരം, എത്ര അനുഗ്രഹമെല്ലാം തന്നത് പ്രകൃതി എന്ന വരികളാണ് എനിക്കിതിലേറെ ഇഷ്ടമായത്. കേരളനാട് പ്രകൃതിയാൽ മനോഹരിയാക്കപ്പെട്ടിരിക്കുന്നു എന്നതിലുപരി അനുഗ്രഹമായി പെട്ടിരിക്കുന്നു എന്നാണ് കവി വരികൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ആസ്വാദ്യകരമായ ഒരു കവിതയാണിത്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലൊരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പൊ എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.